ലോകം അറിയുന്ന ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് ബാലൻ മാധവൻ എന്നുള്ളത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ്. ഇന്നലെ അവിടെ ഏകദേശം ഒരു ഉച്ചയോടുകൂടി ഒരു പോലീസ് കമ്മീഷണറുടെയോ പോലീസ് സൂപ്രണ്ടിൻ്റെയോ ഒരു ഫോൺ കോൾ വരുന്നു. അതിൽ പറഞ്ഞ് 3 ഡെഡ് ബോഡീസ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് താങ്കളുടെ മകളാണെന്നാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷോക്ക്. ഈ പോലീസ് അങ്ങനെ മൈൽഡായിട്ട് ടേപ്പറിങ് അങ്ങനെയൊന്നും അല്ലല്ലോ പറയുന്നത്, ബ്ലണ്ടായിട്ട് അങ്ങ് പറയുമല്ലോ. അതിനുശേഷം കുറേ നേരം എടുത്തിട്ടാണ് അയാൾ ബാക്ക് ടു നോർമൽ ആയത്. പിന്നെ വൈഫിന് ഇതുവരെ നോർമലായിട്ടില്ല. ഉണരുകയും പിന്നെ വല്ലതുമൊക്കെ പറയുകയും ഓടി നടക്കുകയും PRS ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും നഴ്സസും വന്ന് ഒരു ഇഞ്ചെക്റ്റ് ചെയ്ത് മയക്കുമരുന്ന് കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്. പക്ഷേ ദിസ് ക്യാൻ ആവർത്തിക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് വർഷങ്ങളാവും ഇതൊക്കെ കഴിയാനായിട്ട്. കഴിയുമോ എന്ന് തന്നെ എനിക്കറിയില്ല. ഇങ്ങനെ ഒരു അച്ഛനും അമ്മയ്ക്കും തീരാവേദന നൽകിയിട്ടാണ് ഇവർ പോയത്. ഇത് നമുക്കിപ്പം കോൺക്രീറ്റ് പ്രൂഫൊന്നുമില്ല, പക്ഷേ അറിയുന്നത് ബ്ലാക്ക് മാജിക്കിൻ്റെ കെണിയിൽ ഇവർ വീണുപോയി എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് സ്വഭാവത്തിൽ രണ്ടുപേരുടെയും സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടിരുന്നു എന്നാണ് ബാലൻ പറഞ്ഞത്. അത് ക്രമേണ വരാതിരിക്കുക, വന്നാൽ തന്നെ അധികം സംസാരിക്കാതെ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ കണ്ടിരുന്നു. അത് ഇപ്പം ബാലന് തോന്നുന്നത് ഇങ്ങനെയുള്ള ആരുടെയോ ഇൻഫ്ലുവൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എവിടെ ജീസസ് ഉണ്ടെങ്കിലും അവിടെ ഒരു ആൻറ്റി ജീസസ് ഉണ്ടാകും. അത് ലോകത്തിൻ്റെ നിയമമാണ്. ഹിംസ എവിടെയുണ്ടോ അവിടെ അഹിംസ ഉണ്ടാകും, അല്ലെങ്കിൽ അഹിംസ എവിടെയുണ്ടോ അവിടെ ഹിംസ ഉണ്ടാകും. ലോകത്തിലുള്ള എല്ലാവരും മഹാത്മാഗാന്ധിയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അവിടെ എന്തായാലും അങ്ങനെ ഒരു ആൻറ്റി ഫോഴ്സ് ഉണ്ടാവും. അത് പണ്ട് മുതലേ ഉള്ള ഒരു നിയമമാണ്, പ്രകൃതിയുടെ നിയമമാണ്. മഹാത്മാഗാന്ധി എന്തുകൊണ്ടാണ് മഹാത്മാവായത്? അല്ലാതുള്ള ആൾക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ലോകത്ത് എല്ലാവരും മഹാത്മാവാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇതില്ല. അതുപോലെയാണ് ജീസസിൻ്റെ കാര്യത്തിലും ഒക്കെ. ഏത് മതത്തിലാണെങ്കിലും ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ദുർമന്ത്രവാദം അഥർവം ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. തിരുവനന്തപുരത്ത് തന്നെ ഡെവിൾ വർഷിപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവർ വെള്ളിയാഴ്ചയാണ് കൂടുന്നത്. അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ജീസസിനെ പ്രാർത്ഥിച്ചാൽ ഒരു 2 മാസം കൊണ്ട് കിട്ടുന്ന ഒരു റിസൾട്ട് ഇത് 2 ദിവസം കൊണ്ട് കിട്ടും എന്ന് പറയും. അത് ചിലപ്പോൾ ആദ്യം ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അതോടെ അതിനകത്ത് വീഴും അവരുടെ പാതിരിമാരൊക്കെ കറുത്ത വേഷം ധരിക്കുന്നു, ബ്ലഡാണ് അവരുടെ തീർത്ഥം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു മലയാളത്തിലൊരു സിനിമയും വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നു. ഭാവനയും പൃഥ്വിരാജും ഒക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. ദാറ്റ് ഈസ് ഫുൾ ഓഫ് ഫാക്ട്സ്. ഈ ഒരു സംശയമാണ് അവർക്കുള്ളത്. പക്ഷേ ഇന്നലെ പോലീസ് കമ്മീഷണർ പറഞ്ഞ അത് പൂർണ്ണമായിട്ടും അത് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, അതിനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രം. കൂടുതൽ ഇൻവെസ്റ്റിഗേഷന് ശേഷം മാത്രമേ അത് പ്രൂഫോടുകൂടി പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്തിന് ഇത്രയും ദൂരം ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാമല്ലോ. എന്തിന് ഇത്രയും ദൂരം പോകണം? എന്തിന് ഒരു റിമോട്ടായിട്ടുള്ളൊരു വില്ലേജിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. ഈ ബാലൻ്റെ ബ്രദറും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എല്ലാവരും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. അവർ പോയിട്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത്. പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ഈ 3 ബോഡിയും ഇവിടെ തിരുവനന്തപുരത്ത് എത്തിക്കണം. അപ്പോൾ ചില തടസ്സങ്ങളുള്ളത്, ഏതൊരു ഫ്ലൈറ്റിലും 3 ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പാടില്ല നിയമമുണ്ട്. അപ്പോൾ ആ സ്പെഷ്യൽ സാങ്ഷൻ എന്തെങ്കിലും വാങ്ങുകയോ അല്ലെങ്കിൽ 2 ഫ്ലൈറ്റിലായിട്ട് കൊണ്ടുവരികയോ ഒക്കെ വേണം. അതിൽ കൂടെ പോയ പെൺകുട്ടിയുടെ കല്യാണമാണ് അടുത്ത മാസം 3-ാം തീയതി ഫിക്സ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അതും നമ്മളൊന്ന് ഓർക്കേണ്ടതാണ്. അങ്ങനെ കല്യാണത്തിന് ഫിക്സ് ചെയ്ത ഒരു കുട്ടിയുടെ മനസ്സ് മാറ്റണമെങ്കിൽ ദർ ഈസ് സം ഫോഴ്സ്, ഏതോ ഒരു ശക്തി, കുറേ ആൾക്കാർ ഇത് ഇങ്ങനെ മാറ്റി ബ്രെയിൻ ഞാൻ പറയുന്നത് ആൾക്കാരുടെ ചെവിയിൽ വീഴും, അവിടെ നിന്ന് ഹൃദയത്തിൽ പോവും, ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലോട്ട് പോകുമ്പോൾ അത് നല്ലതുമാകാം ചീത്തയുമാക്കാം. നമ്മുടെ വാക്കുകൾ സാധാരണ നമ്മൾ പറയാറില്ല, ചെവിയിൽ കേട്ടിട്ട് ചെവിയിൽ കൂടെ കളയുന്നത്, അത് സാരമില്ല. പക്ഷെ നമ്മൾ ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലോട്ട് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ്. അപ്പോൾ അവർക്ക് ഇത് ആരെ കൊണ്ടുപോയെന്നൊന്നും അറിയില്ല. ഇവരാണോ ആര്യയെ കൊണ്ടുപോയത്, ആര്യ ഇവരെ കൊണ്ടുപോയതാണോ, അതൊന്നും അറിയില്ല. എന്തായാലും ഇവരൊരു ഇൻ്റർ റിലീജിയൻ മാരേജാണ്. ദേവിയും നവീൻ തോമസ് എന്നാണ് പേര്. അവർ കുറച്ച് നാളായിട്ട് അവരുടെ ജോലിയെല്ലാം കളഞ്ഞ്
ഈ കുട്ടി ജർമ്മൻ പഠിപ്പിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു ബേക്കറി ഉണ്ടായിരുന്നു, അതെല്ലാം മതിയാക്കി ഈ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നാണ് ഇപ്പം മനസ്സിലാക്കേണ്ടത്. അവർ ഇതുവരെ സന്തോഷമായി ജീവിച്ചു, ഇനി ഞങ്ങൾ പോകുന്നു എന്നാണ് എഴുതിയിരുന്നതെന്ന് പറയുന്നത്, പോലീസ് പറയുന്നത്. ഇനി പിന്നെ ഇവരുടെ എല്ലാം ഫോൺ നമ്പറും കൊടുത്തിരുന്നു അറിയിക്കാനായിട്ട്. സോ ഇറ്റ് വാസ് എ വെരി വെൽ പ്ലാൻഡ്. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി രക്തം വാർന്ന് പോയി അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് മരിക്കണം എന്നുള്ളതാണ് അവരുടെ തീരുമാനം. സോ ഹൗ ക്രൂവൽ ഇറ്റ് ഈസ്. എന്തുമാത്രം വിക്കറ്റ് മൈൻഡായിരിക്കണം ഇവരെ പഠിപ്പിച്ചെടുത്തത് അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ ശ്രമിച്ചത്. അത്തരം ദുഷ്പ്രവർത്തികളെയും അതിൻ്റെ കാരണക്കാരായ ആൾക്കാരെയും കണ്ടെത്തണം, അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ വരും. ഞാൻ ഇന്നാണ് അറിഞ്ഞത് ഇതിനു മുമ്പ് ഒരിക്കൽ ഇവർ രണ്ടുപേരും പോയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കേട്ടത്. എനിക്കറിയില്ല. എനിക്ക് ബാലനുമായിട്ട് മാത്രമാണ് ഒരു അടുത്ത ബന്ധമുള്ളത്. ഈ കുട്ടികളുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. പക്ഷേ ഇന്നലെ അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമം തോന്നി. ഇത്രയും അവരൊരു റിലിജിയൻ മാരേജ് ആയിട്ട് കൂടി വളരെ ബ്രോഡ് മൈൻഡായിട്ട് ചിന്തിക്കുന്ന ബാലൻ അതിന് സമ്മതിക്കുകയും സാധാരണ ഒരു കല്യാണം നടത്തുന്ന പോലെ ഗ്രാൻഡായിട്ട് തന്നെ നടത്തി കൊടുക്കുകയും ചെയ്തു. എല്ലാ കാര്യത്തിലും അവരുടെ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം കൈവച്ചിട്ടേ ഇല്ല.